ഇത് ഫുജൈറയിലേക്കുള്ളൊരു യാത്രയാണ്. ഫുജൈറയിലൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉച്ചയാകുമ്പം ഇറങ്ങി. ലഞ്ചൊക്കെ ഇനി അവിടെ ചെന്നിട്ടാണ്. രണ്ട് ഭാഗത്തും മരുഭൂമി തന്നെയാണ് ഇങ്ങനെ കാണുന്നത് പോലെ. കൂടെ എന്നത്തെയും പോലെ നിതീഷും അച്ചു അമ്മിണിയും ഒക്കെ ഉണ്ട്. അമ്മിണി പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്ത ഫോട്ടോയാണിത്. മരുഭൂമിയിൽ ഇങ്ങനെ അങ്ങിങ്ങായി കാണുന്ന ഒറ്റ മരങ്ങൾ. ഈ ഒറ്റ മരങ്ങൾക്ക് താഴെ ചിലപ്പോൾ ഒട്ടകങ്ങളോ അവയെ മേയ്ക്കുന്ന ആളുകളോ ഒക്കെ വിശ്രമിക്കുന്നത് കാണാം. ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു യാത്രയാണ് അലൈനിൽ നിന്ന് ഫുജൈറയിലേക്ക്. ഈ യാത്രയിൽ ഇങ്ങനെ കാണുന്ന ഇരുവശത്തും കാണുന്ന വലിയ പാറക്കെട്ടുകൾ ശരിക്കും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. കേരളത്തിലെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പാറക്കെട്ടുകൾക്ക് അവയുടേതായിട്ടുള്ളൊരു വന്യമായ ഭംഗിയുണ്ട് എന്ന് നമുക്ക് തോന്നും. ഇങ്ങനത്തെ പാറക്കുന്നുകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇവിടെയൊന്നും ജനവാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളാണെന്ന്. കാരണം ഇങ്ങനത്തെ പാറക്കുന്നുകളുടെ താഴ്വരകളിൽ ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ ടൗൺഷിപ്പുകളൊക്കെ കാണാനായിട്ട് കഴിയും. നമ്മൾ കണ്ട് ശീലിച്ച ഒരു ഭൂപ്രകൃതിയിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോഗ്രഫിക്കൽ ഏരിയയാണിത്. മരുഭൂമിയുടെ വരണ്ട സൗന്ദര്യവും ഈ പാറക്കെട്ടുകളുടെ ഗാംഭീര്യമൊക്കെ ഒരിക്കലെങ്കിലും കാണേണ്ട കാഴ്ചയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്രയിൽ കുറച്ചധികം ഈ കാഴ്ചകൾ തന്നെയാണ്. ഇരുഭാഗങ്ങളിലുമായിട്ട് വലിയ വലിയ പാറക്കുന്നുകൾ, അവയുടെ താഴ്വാരങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ചു നേരം കണ്ടിരുന്നാലും മുഷിപ്പ് തോന്നില്ല. കാരണം പ്രകൃതിയുടെ ഇത്ര വൈവിധ്യമുള്ള കാഴ്ചകൾ ഇതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ടതെന്നൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു അന്ധാളിപ്പിലും അതിശയിപ്പിക്കുന്ന കാഴ്ചകളിലൊക്കെ നമ്മൾ മറന്നു പോകും. അങ്ങനെ ഫുജൈറയിലെ ഹോട്ടലിലെത്തി. ആ കാണുന്നതാണ് ബീച്ച്, കടലാണ് കേട്ടോ. കാണുന്നത് ഈ റോഡ് ക്രോസ് ചെയ്ത് ആ മണൽപ്പരപ്പിലൂടെ നടന്നാൽ എത്തുന്നത് കടലിലേക്കാണ്. ഹോട്ടലെത്തി. വി ഹോട്ടൽ എന്നാണ് പേര്. ഹോട്ടലിൻ്റെ പേര് വി എന്നാണ്. വി ഹോട്ടൽ. നല്ല ഭംഗിയുള്ളൊരു ഹോട്ടലാണ്. അത്യാവശ്യം നല്ല സൗകര്യങ്ങളും ഒക്കെയുള്ളൊരു ഹോട്ടൽ തന്നെയായിരുന്നു. അങ്ങനെ ഹോട്ടലിലെ ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഉച്ച കഴിഞ്ഞു. ഇനി റൂമിൽ ചെന്നിട്ട് വേണം ലഞ്ചൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ ഹോട്ടലിലെ ചെക്ക് ഇൻ പ്രൊസീജിയർ കഴിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ലിഫ്റ്റ് കയറി മുകളിലെത്തി. റൂമിലേക്ക് പോകണം. വെൽക്കം ടു ടീ, നൈസ് ടു മീറ്റ് യു, അങ്ങനെ എന്തോ ആയിരിക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. നല്ല റൂമല്ലേ. എനിക്ക് ആ കാണുന്ന പെയിൻറ്റിങ്സൊക്കെ വളരെ ഇഷ്ടമായി. നല്ല ഭംഗിയുള്ളൊരു മുറി. താഴേക്കുള്ള കാഴ്ചയാണ്. ജനലിൽ നന്നായിട്ട് പൊടിയും അഴുക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത്ര ക്ലിയർ വിഷനല്ല. ഇനി എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു.